ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ശാലിനിയെ കാണാതെ ശാരദാമ്മയും ശ്യാമയും വീടിനകം എല്ലായിടത്തും അന്വേഷിച്ചു. അവിടെ എങ്ങും തന്നെ ശാലിനിയെ കാണാതായതോടെ ശാരദാമ്മ പുറത്തേക്ക് ഇറങ്ങിയപ്പോ ഇനി എങ്ങാനും കുടുംബശ്രീ ഹോട്ടലിൽ എങ്ങാനും ഉണ്ടാകുമോ, അങ്ങോട്ടെങ്ങാനും പോയിട്ടുണ്ടാകുമോ എന്ന് ശാരദാമ്മ സംശയത്തോടെ ശ്യാമയോട് ചോദിച്ചപ്പോ ശ്യാമ പറഞ്ഞു, എന്റെ അമ്മേ, കുഞ്ഞേച്ചി പകൽ പോലും പുറത്തേക്ക് ഇറങ്ങാറില്ല, പിന്നെയാണോ ഇപ്പോ എന്ന് ചോദിച്ച് ശാരദാമ്മയോട് അവിടെ എങ്ങും ശാലിനി പോയിട്ടില്ല എന്ന് ശ്യാമ അറിയിച്ചു. ശ്യാമയും അകത്തെല്ലാം ചെന്ന് നോക്കിയിട്ട് അവിടെ എങ്ങും കുഞ്ഞേച്ചിയെ കണ്ടില്ല എന്ന് പറഞ്ഞ് തിരികെ വന്നതും ശാരദാമ്മ പറഞ്ഞു, മോളെ നീ പേടിക്കണ്ടടി, നമുക്ക് ഇവിടെയെല്ലാം നോക്കാം. നീ ഒരു കാര്യം ചെയ്യ്, നീ അകത്ത് ചെന്ന് ആ ടോർച്ചിങ് എടുത്തോണ്ട് വാ, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. ഉടനെ ശ്യാമ വേഗം അകത്ത് ചെന്ന് ടോർച്ചും എടുത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ ശാരദാമ്മയുടെ അരികിലേക്ക് എത്തി. ശാരദാമ്മ വേഗം വന്ന് ആ ഹോട്ടലിന്റെ പരിസരത്തേക്കൊക്കെ ലൈറ്റ് അടിച്ചു നോക്കുന്നു. അവിടെ എങ്ങും തന്നെ ശാലിനിയെ കാണാത്തത് കൊണ്ട് സംശയത്തോടെ ഇനി ഹോട്ടലിനകത്തെങ്ങാനും ഉണ്ടാകുമോ എന്ന ആശങ്കയിൽ ശാരദാമ്മയും ശ്യാമയും കൂടി ഹോട്ടലിന് അരികിലേക്ക് എത്തി. ഹോട്ടലിന്റെ വാതിൽ ലോക്ക് ചെയ്തിരിക്കുന്നത് കണ്ടിട്ടും ശാരദാമ്മ അകത്തേക്ക് നോക്കി മോളെ ശാലിനി എന്ന് വിളിച്ചു. ശാലിനി ആ സമയത്ത് വേദന കാരണം നിലത്ത് കിടന്ന് പൊളഞ്ഞുകൊണ്ടിരിക്കുമ്പോ ശ്യാമ പറഞ്ഞു, അമ്മേ, ഇത് കണ്ടില്ലേ, ഹോട്ടലിന്റെ വാതിൽ പൂട്ടിയിട്ടേക്കുവാ, പിന്നെ എങ്ങനെ കുഞ്ഞേച്ചി ഇവിടെ ഉണ്ടാവുക എന്ന് ചോദിച്ചപ്പോ ശാരദാമ്മ വീണ്ടും ശാലിനിയുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് അറിയാവുന്നത് കൊണ്ട് ശാരദാമ്മ വീണ്ടും ശ്യാമയോട് ചോദിച്ചു, എരി മോളെ, പിന്നെ അവളിത് എവിടെ പോയിട്ടുണ്ടാകും? ഈ രാത്രിയിൽ ഞാൻ എങ്ങനെ പോയി കണ്ടുപിടിക്കും? വയറ്റ് കണ്ണിയും കൂടിയാ, ഇനി എന്താ ചെയ്യുക എന്ന് ചോദിച്ചതും ശ്യാമ പറഞ്ഞു, അമ്മ ഇങ്ങി വന്നേ, നമുക്ക് പോയി നോക്കാം. ഇനി അപ്പുറത്തെങ്ങാനും ഉണ്ടാകുമോ, പുറകിലെങ്ങാനും കുഞ്ഞേച്ചി പോയിട്ടുണ്ടാകുമോ, അവിടെ തലചുറ്റി എങ്ങാനും വീണിട്ടുണ്ടെങ്കിലോ എന്ന് ശാരദാമ്മയോട് ആശങ്ക ശ്യാമ പറയുമ്പോ ശാരദാമ്മ ആകെ ടെൻഷനിലായി. ദൈവമേ, അവിടേക്ക് എങ്ങാനും പോയിട്ടുണ്ടാകും എന്നോർത്ത് ശാരദാമ്മയും ശ്യാമയും കൂടി അവിടെ പുന്നാമ്പുറത്തെങ്ങാനും ഉണ്ടോ എന്ന് അന്വേഷിച്ചു. ആ സമയത്ത് സത്യാമ്മയും രോഹിത്തും കൂടി ശാരദാമ്മയുടെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ശാലിനി വേദന കാരണം ആ ഹോട്ടലിൽ കിടന്ന് നിലവിളിച്ച് അങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ട് അങ്ങനെ കിടക്കുമ്പോ ശാരദാമ്മ വേഗം ശ്യാമയോട് ചോദിച്ചു, ഇനിയിപ്പോ എവിടെ പോയിട്ടുണ്ടാകും? നീ ഒരു കാര്യം ചെയ്യ്, നീ എന്ന ഫോൺ എടുത്തോണ്ട് വാ, നമുക്ക് വിളിച്ചു നോക്കാം. അപ്പോഴേക്കും ശാരദാമ്മ ഉടനെ ശാലിനി ഫോൺ വിളിക്കാമെന്ന് പറഞ്ഞപ്പോ ശ്യാമ പറഞ്ഞു, അതമ്മേ, കുഞ്ഞേച്ചിയുടെ ഫോൺ കാണും, ശരിയാ, നമുക്ക് വിളിച്ചു നോക്കാം. ഉടനെ ശാരദാമ്മ പറഞ്ഞു, നീ വേഗം വിളിക്ക് അമ്മേ, ഞാൻ ഫോൺ എടുത്തോണ്ട് വന്നില്ല എന്ന് ശാരദാമ്മയോട് ശ്യാമ അറിയിച്ചു. ഇനിയിപ്പോ അവൾ എവിടെ പോയിട്ടുണ്ടാകും എന്ന് ഓർത്ത് ശാരദാമ്മയും ശ്യാമയും കൂടി അകത്തേക്ക് പോകാൻ തുടങ്ങുമ്പോ ഹോട്ടലിനകത്ത് നിന്ന് അമ്മേ എന്ന് ഉറക്കെ ശാലിനി വിളിക്കണം. ശാരദാമ്മയുടെയും ശ്യാമയുടെയും ശബ്ദം കേട്ടതുകൊണ്ട് അവരവിടെ നിന്ന് പോകാൻ ഒരുങ്ങുന്നെന്ന് മനസ്സിലാക്കിയ ഉടനെ ശാലിനി ഉറക്കെ വിളിക്കുന്നു. അവളുടെ ശബ്ദമല്ലേ എരി നമ്മളാ കേട്ടത് എന്ന് പറഞ്ഞതും ശ്യാമ പറഞ്ഞു, അതെ അമ്മേ, അതെ എന്ന് പറഞ്ഞതും ഉടനെ ശാരദാമ്മ വിളിച്ചു, എടി മോളെ ശാലിനി, നീ എവിടെയാടി എന്ന് ചോദിച്ചപ്പോ വീണ്ടും ഹോട്ടലിനകത്ത് കിടന്ന് അമ്മേ എന്ന് വീണ്ടും ശാലിനി വിളിക്കുന്നു. ശാലിനിയുടെ ശബ്ദം കേട്ടതും ശാരദാമ്മ വേഗം ആ ഗ്രില്ലിനരികിലേക്ക് ചെന്നു. അവളിത് എവിടെയായിരിക്കും, മോളെ നോക്കടി എന്ന് പറഞ്ഞ് ശാരദാമ്മ വേഗം ടോർച്ച് അടിച്ച് നോക്കുമ്പോ ശാലിനി ആ ഡെസ്കിന് താഴെയായിട്ട് ശാലിനി കിടക്കുന്ന കാഴ്ച ശാരദാമ്മ കാണുന്നു. ശാലിനി അവിടെ കിടന്ന വേദന കൊണ്ട് പൊളിയുന്നത് കണ്ടതോടെ ശാരദാമ്മ വിളിച്ചു, എടി മോളെ ശാലിനി, എന്താടി നിനക്ക് പറ്റിയതെന്ന് ചോദിച്ചതും ശാരദാമ്മയുടെ ശാലിനി പറഞ്ഞു, അമ്മ, എനിക്ക് വേദന സഹിക്കാൻ വയ്യ എന്ന് നിലവിളിച്ച് പറയുമ്പോ ശ്യാമ പറഞ്ഞു, അമ്മേ വാ, നമുക്ക് അകത്തേക്ക് കയറിപ്പോകാം. വേഗം ശാരദാമ്മ വാതുക്കലേക്ക് എത്തിയതും, അയ്യോ അമ്മേ, ഇത് ഹോട്ടൽ പൂട്ടിയിട്ടിരിക്കുകയാണല്ലോ എന്ന് പറഞ്ഞതും ഇനിയിപ്പോ എങ്ങനെ കയറും എന്നായി ശാരദാമ്മയുടെ ആശങ്ക. നമുക്ക് പിന്നാമ്പുറം വഴി കയറിയാലോ അമ്മേ എന്ന് ശ്യാമ ചോദിച്ചപ്പോ ശാരദാമ്മ പറഞ്ഞു, എടി അത് അവൾ അകത്തുനിന്ന് പൂട്ടിയിട്ടിരിക്കുകയല്ലേ എന്ന് ചോദിച്ചപ്പോ വീണ്ടും ശ്യാമ പറഞ്ഞു, എന്നാ കുഞ്ഞേച്ചിയോട് തുറക്കാൻ പറയാമേ എന്ന് പറഞ്ഞപ്പോ ശാരദാമ്മ ശാലിനിയെ നോക്കി, എടി മോളെ, അവൾക്ക് എഴുന്നേൽക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ലടി അവള്, കണ്ടില്ലേ, അവൾക്കൊന്ന് എഴുന്നേൽക്കാൻ കൂടി വയ്യ. ഉടനെ ശാരദാമ്മയും ശ്യാമയും കൂടി വേഗം അവിടേക്ക് എത്തി. ഗ്രില്ലിന് അവിടെ നിന്നുകൊണ്ട് ശാലിനിയോട് വിളിച്ചു ചോദിച്ചു, എടി മോളെ, താക്കോൽ എവിടെയാടി എന്ന് ചോദിച്ചതും ശാരദാമ്മയോട് ശാലിനി പറഞ്ഞു, താക്കോല് ഇവിടെ കിടക്കുക. അല്ല, നീ എങ്ങനെയാണ് മോളെ ഇവിടെ വന്നത് എന്ന് ശാരദാമ്മ അന്വേഷിച്ചതും ശാലിനി പറഞ്ഞു, അമ്മേ, വിഷ്ണുവേട്ടൻ വന്നിരുന്നു, വിഷ്ണുവേട്ടൻ വയറ് കാണാതിരിക്കാനാണ് ഞാൻ ഇതെല്ലാം പൂട്ടിയിട്ടത് എന്ന് ശാലിനി അറിയിച്ചു. താക്കോൽ എവിടെയോ കുഞ്ഞേച്ചി എന്ന് ചോദിച്ചപ്പോ ശാലിനി പറഞ്ഞു, താക്കോൽ എവിടെയോ താഴെ വീണു പോയി എന്ന് ശാലിനി പറഞ്ഞത് കേട്ട് ശാരദാമ്മ ആകെ ടെൻഷനിലായി. ഉടനെ താക്കോല് പോയെന്നോ എന്നോർത്ത് അവർ ടെൻഷൻ അടിക്കുമ്പോ ശ്യാമ പറഞ്ഞു, എന്നാ കുഞ്ഞേച്ചി ആ വാതിൽ തുറക്കാൻ പറ്റുമോ എന്ന് അന്വേഷിച്ചതും ശാലിനിക്ക് അവിടെ നിന്ന് എഴുന്നേക്കാൻ പോലും കഴിയില്ല മോളെ എന്ന് ശാരദാമ്മ ശ്യാമയോട് പറഞ്ഞു. അത് കേട്ടതും ശ്യാമ ആകെ ടെൻഷനോടെ കുഞ്ഞേച്ചി എന്ന് വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരുന്നു. ശ്യാമ ആകെ സങ്കടപ്പെട്ടുകൊണ്ട് ശാലിനിയെ വിളിക്കുമ്പോ ശാരദാമ്മ പറഞ്ഞു, എടി മോളെ, നീ ഒരു കാര്യം ചെയ്യ്, അകത്ത് ചെന്ന് വേറെ താക്കോലുണ്ടല്ലോ, അതിങ് എടുത്തോണ്ട് വാ എന്ന് ശാലിനിയെ രക്ഷിക്കാനായി ശാരദാമ്മ ശ്യാമയോട് താക്കോൽ എടുത്തോണ്ട് വരാനായി അറിയിച്ചു. ശാരദാമ്മ
ശാരദാമ്മ പറഞ്ഞത് കേട്ട് ശ്യാമ താക്കോൽ എടുക്കാനായി വേഗം അകത്തേക്ക് ഓടിപ്പോന്നു. ഈ സമയത്ത് ശാലിനി അവിടെ കിടന്ന് അമ്മയെ അമ്മയെന്ന് ഉറക്കെ നിലവിളിച്ചുകൊണ്ടിരുന്നു. ശാലിനിയോട് ശാരദാമ്മ പറഞ്ഞു, എടി മോളെ, നീ വിഷമിക്കാതെ, നീ ഒന്ന് കുറച്ചു നേരത്തേക്കൊന്ന് സഹിക്കും മോളെ, അമ്മതാ ഇപ്പൊ വരാം. ശ്യാമ താക്കോൽ എടുക്കാനായി പോയി, അവൾ താക്കോലും കൊണ്ട് ഉടനെ വരും എന്ന് പറഞ്ഞു ശ്യാമ വേഗം ഓടിച്ചെന്ന് മേശയുടെ മുകളിലിരുന്ന ഹോട്ടലിന്റെ താക്കോല് വേഗം എടുത്തുകൊണ്ട് വരുന്നു. അങ്ങനെ ആ ഹോട്ടലിന്റെ താക്കോലും എടുത്ത് ശ്യാമ ഉടനെ തന്നെ ശാരദാമ്മയുടെ അരികിലേക്ക് വരാനായി ഓടിയെത്തുന്നു. മോളെ, ശാരദാമ്മ ഉടനെ ശാലിനിയോട് പറഞ്ഞു, മോളെ, ശ്യാമദാ താക്കോലും കൊണ്ട് വരുന്നുണ്ട്, ഇപ്പൊ അമ്മ തുറക്കാട്ടോ, ഇപ്പൊ അവള് കൊണ്ടുവരും എന്ന് പറയുമ്പോ പെട്ടെന്ന് ഒരു കാറ് വീട്ടുമുറ്റത്തേക്ക് വന്നു നിന്നു. ശാരദാമ്മ ശാലിനിയോട് പറഞ്ഞു, എടി മോളെ, ഒരു കാറ് വന്നിട്ടുണ്ട്, പറ്റുവാണെങ്കിൽ നമുക്ക് ആ കാറിൽ കയറി പോകാം എന്ന് ശാരദാമ്മ പറഞ്ഞു. ഈ സമയത്ത് ശ്യാമ വേഗം താക്കോലും എടുത്തുകൊണ്ട് ഓടി വാതിക്കലേക്ക് എത്തി. അമ്മ നോക്കട്ടെ അത് ആരാണെന്ന് എന്ന് പറഞ്ഞ് ശാരദാമ്മ വേഗം പുറത്തേക്ക് ഇറങ്ങി നോക്കുതാൻ തുടങ്ങി. ശാലിനി പറഞ്ഞു, അമ്മ നോക്ക്, അത് ആരാണെന്ന് നോക്ക് എന്ന് പറഞ്ഞപ്പോ കാറിൽ നിന്ന് സത്യാമ്മ പുറത്തേക്ക് ഇറങ്ങി വരുന്നു. ആ സമയത്ത് ശ്യാമ വേഗം ഓടി വാതിക്കലേക്ക് എത്തിയത് കണ്ട് സത്യാമ്മ സംശയത്തോടെ നോക്കുന്നു. ഈ സമയത്ത് ശാരദാമ്മ ശാലിനിയുടെ അരികിലേക്ക് ചെന്നിട്ട് പറഞ്ഞു, എടി മോളെ, അത് സത്യാമ്മയാണ്, സത്യാമ്മയും രോഹിത്താ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞതും ശാലിനി ഉടനെ ശാരദാമ്മ ആ വാക്കുകൾ പറഞ്ഞത് കേട്ട് ശാലിനി ആകെ ടെൻഷനിലായി. ഈ സമയത്ത് സത്യാമ്മ ശ്യാമയുടെ അരികിലേക്ക് എത്തി. ശ്യാമ ഹോട്ടലിന്റെ മറ്റൊരു താക്കോല് തന്റെ കയ്യിൽ ഉണ്ടായിരുന്നത് വേഗം ഒതുക്കി പിടിച്ചു. ഉടനെ സത്യാമ്മ ചോദിച്ചു, എന്താ മോളെ ഈ സമയത്ത് നീ ഇങ്ങനെ ഓടി നടക്കുന്നത് എന്ന് ചോദിച്ചതും ശ്യാമ പറഞ്ഞു, അത് പിന്നെ സത്യാമ്മേ എന്ന് പറഞ്ഞ് ശ്യാമ ആകെ ടെൻഷൻ അടിച്ചു നിന്നു. ഉടനെ എന്ത് പറയണമെന്നറിയാതെ അങ്ങനെ ശ്യാമ നിൽക്കുമ്പോഴേക്കും ശാരദാമ്മയോട് ശാലിനി പറഞ്ഞു, അമ്മ വേഗം അങ്ങോട്ട് ചെല്ല്, ഇല്ലെങ്കിൽ സത്യാമ്മയ്ക്ക് സംശയമാകും. അപ്പോഴേക്കും ശാരദാമ്മ ചോദിച്ചു, എടി മോളെ, നിന്നെ ഇങ്ങനെ ഇട്ടിട്ട് ഞാൻ എങ്ങനെയാടി പോകുന്നത് എന്ന് ചോദിച്ചപ്പോ ശാലിനി പറഞ്ഞു, എന്റെ അമ്മ ഇപ്പൊ അങ്ങോട്ട് പോക, ഇല്ലെങ്കിൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടതൊക്കെ വെറുതെയാകും എന്ന് ശാരദാമ്മയോട് ശാലിനി അറിയിച്ചു. അത് കേട്ടതും ഉടനെ ശാരദാമ്മ പോകാനായി മടി കാണിക്കുന്നത് കണ്ട് അമ്മേ പ്ലീസ് ഒന്ന് പോ എന്നറിയിച്ചു. അത് കേട്ടതും ശരി മോളെ എന്ന് പറഞ്ഞ് ശാരദാമ്മ വേഗം ശ്യാമയുടെ അരികിലേക്ക് ഓടി ചെല്ലുന്നു. ശാരദാമ്മ പുറത്തു നിന്ന് അകത്തേക്ക് ഓടി വരുന്നത് കണ്ട് സത്യാമ്മ ചോദിച്ചു, ശാരദാമ്മേ, നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നിട്ടാണോ? അല്ല, എന്തിനാ ശ്യാമ ഇപ്പൊ ഈ പുറത്ത് അങ്ങനെ? ഇതുപോലെ പൂർണ്ണ ഗർഭിണികളായ പെൺകുട്ടികൾ സന്ധ്യസമയത്ത് അല്ലാതെ ഇരുട്ടായി കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങാറ് പോലുമില്ല. എന്നിട്ട് ഇപ്പോ എന്തിനാ ശ്യാമ ഈ പുറത്തേക്ക് ഇറക്കിയത്? അത് മാത്രമല്ല, ഈ സമയത്ത് ഇങ്ങനെ ഓടിച്ചാടി നടക്കുന്നു എന്ന് പറഞ്ഞതും ശാരദാമ്മ അത് കേട്ട് എന്ത് പറയണമെന്നറിയാതെ ആകെ ടെൻഷൻ അടിച്ചു നിന്നു. ഉടനെ സത്യാമ്മ ചോദിച്ചു, അതെ, ഒരമ്മ എന്ന രീതിയിൽ പിടിപ്പുകേടാണ് ശാരദാമ്മയെ കാണിക്കുന്നതെന്ന് സത്യാമ്മ ശാരദാമ്മയെ ശകാരിച്ചു. ശാരദാമ്മ സ്വന്തം മകളായതുകൊണ്ട് പൊന്നുപോലെ നോക്കുമെന്ന് കരുതിയ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വിട്ടത്, എന്നിട്ട് ഇങ്ങനെയൊക്കെയാണോ ശാരദാമ്മയെ കാണിക്കുന്നത്? ശാരദാമ്മയുടെ പിടിപ്പുകേടായി മാറില്ല ഇതൊക്കെ. അപ്പോഴേക്കും ശാരദാമ്മ പറഞ്ഞു, സത്യാമ്മ ഞാൻ എന്ന് പറഞ്ഞിങ്ങനെ സത്യാമ്മയോട് എന്ത് പറയണമെന്ന് അറിയാതെ ശാരദാമ്മ ആകെ ടെൻഷൻ അടിച്ചങ്ങനെ നിൽക്കുമ്പോ ഉടനെ സത്യാമ്മ പറഞ്ഞു, അതെ ശാരദാമ്മ പ്രസവമൊക്കെ എടുത്തിട്ടുണ്ട്, സത്യം തന്നെയാണ്. പക്ഷെ എന്റെ മോൾക്ക് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ശാരദാമ്മയ്ക്ക് ആ പ്രസവം എടുക്കാനും കഴിഞ്ഞു. പക്ഷെ ഇന്നത്തെ കാലത്ത് ഇങ്ങനെ വീടുകളിൽ പ്രസവം നടത്തുന്നതൊക്കെ വലിയ തെറ്റാണ് ശാരദാമ്മേ. ഇന്ന് ഹോസ്പിറ്റലിൽ പല സൗകര്യങ്ങളും ഉണ്ട്. ആ സൗകര്യങ്ങളൊക്കെ ഒരു സുഖപ്രസവത്തിന് എല്ലാം അത് അങ്ങനെ ഒരു സൗകര്യം ഒരുക്കും. ആ സൗകര്യങ്ങളൊക്കെ, ഹോസ്പിറ്റലിലെ സൗകര്യങ്ങളൊക്കെ ഒരു സുഖപ്രസവത്തിന് വേണ്ട വഴിയൊരുക്കും. അതുകൊണ്ട് തന്നെ അതുകൊണ്ട് ശാരദാമ്മേ, എന്തായാലും ശ്യാമയുടെ കാര്യത്തിൽ ഈ സത്യാമ്മയുടെ പേരക്കുട്ടി ജനിക്കേണ്ടത് ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായിരിക്കും എന്ന് സത്യാമ്മ അറിയിച്ചു. അത് കേട്ടതും ശാരദാമ്മ പറഞ്ഞു, അത് പിന്നെ സത്യാമ്മ എന്താ ഈ സമയത്ത് എന്ന് ചോദിച്ചതും ശാരദാമ്മയോട് വീണ്ടും സത്യഭാമ പറഞ്ഞു, ഇത് തന്നെയാ ശാരദാമ്മേ, ഞാൻ ശാരദാമ്മയുടെ പിടിപ്പുകേടെന്ന് പറഞ്ഞത്. അതെ, മറ്റന്നാളാണ് ഡേറ്റ്, അതൊക്കെ സമ്മതിച്ചു. പക്ഷെ നേരത്തെ വല്ല പെയിനും വന്നു കഴിഞ്ഞാലോ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇവിടുന്ന് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ കഴിയുമോ? അതുകൊണ്ട് തന്നെ എന്തായാലും ഈ വീട്ടുകളിൽ വെച്ചുള്ള പ്രസവമൊക്കെ അത് കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കും. ഈ അടുത്തിടയ്ക്ക് വീട്ടിൽ വെച്ച് ഒരു പ്രസവം എടുക്കാൻ നോക്കി അമ്മയും കുഞ്ഞും സ്പോട്ടിൽ മരിച്ചുപോയി. അതിന്റെ പേരിൽ കേസ് നടക്കുകയാണ്. ഭർത്താവിനും വീട്ടുകാർക്കും എതിരെയാണ് കേസ് വന്നിരിക്കുന്നത് എന്ന് സത്യാമ്മ അറിയിച്ചു. അതുകൊണ്ട് ഈ സത്യഭാമയുടെ പേരക്കുട്ടി ജനിക്കേണ്ടത് എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു ഹോസ്പിറ്റലായിരിക്കണം എന്ന് സത്യഭാമ പറയുന്നു. ഈ സമയത്ത് ശാലിനി പ്രസവ വേദന കടിച്ചമർത്തി ശബ്ദം പുറത്തേക്ക് വരാതിരിക്കാനായി ആ തറയിലേക്ക് മുഖം അമർത്തി പിടിച്ച് ശാലിനി തന്റെ വേദന കടിച്ചമർത്തിക്കൊണ്ടിരുന്നു. ഉടനെ ഇറങ്ങാൻ ശാരദാമ്മ എന്ന് സത്യഭാമ ശാരദാമ്മയോട് പറഞ്ഞതും
അയ്യോ ഞാനും വരണോ സത്യാമ്മേ എന്ന് ശാരദാമ്മ ചോദിച്ചു. ഉടനെ സത്യഭാമ പറഞ്ഞു, പിന്നല്ലാതെ ശാരദാമ്മയുടെ മകളെ പ്രസവത്തിന് കൊണ്ടുപോകും, പിന്നെ ശാരദാമ്മ വരണ്ടേ എന്ന് ചോദിച്ചപ്പോഴേക്കും ശാരദാമ്മ എന്തു പറയണമെന്നറിയാതെ ശാലിനി ഈ അവസ്ഥയിൽ കിടക്കുമ്പോൾ അവളെ തനിച്ചാക്കി പോകാനും പാടില്ലാത്തത് കൊണ്ട് ആകെ വിഷമത്തോടെ സത്യാമ്മയുടെ നേരെ ശാരദാമ്മ നോക്കി. സത്യഭാമ പറഞ്ഞു, വാ മോളെ നമുക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞ് ശാലിനിയെ വിളിച്ചുകൊണ്ട് ഇറങ്ങാനായി ഒരുങ്ങി. സത്യത്തിൽ ഇന്ന് പകലാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടിയിരുന്നത്. പക്ഷേ ഇന്ന് ഒരു അത്യാവശ്യ മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്, ഇങ്ങനെ വൈകിപ്പോയത് എന്ന് പറഞ്ഞതും സത്യാമ്മയോട് ശാരദാമ്മ പറഞ്ഞു, എങ്കിലും സത്യാമ്മയൊക്കെ പൊയ്ക്കോ, ഞാൻ പിന്നാലെ വരാം എന്ന് പറഞ്ഞപ്പോ സത്യാമ്മയോട് ശാരദാമ്മ അങ്ങനെ പറഞ്ഞത് കേട്ട് സത്യഭാമ പറഞ്ഞു, അതെന്തിനാ 2 തവണയായിട്ട് പോകുന്നത്, നല്ല മഴയും ഇടിയും ഒക്കെ ഉണ്ട്, ഒന്നിച്ചങ്ങ് പോകാം ശാരദാമ്മേ എന്ന് സത്യാമ്മ പറഞ്ഞപ്പോ പെട്ടെന്ന് ശ്യാമ അമ്മ എന്ത് പറയുന്നു ഓർത്ത് ആശങ്കപ്പെട്ടങ്ങനെ നിൽക്കുമ്പോ ശ്യാമ വേഗം ചാടിക്കേറി പറഞ്ഞു, അല്ല സത്യാമ്മേ, കുഞ്ഞേച്ചി ഇവിടെ ഉണ്ടല്ലോ, കുഞ്ഞേച്ചി തനിച്ചാകും എന്ന് പറഞ്ഞു. ഉടനെ രോഹിത് ചോദിച്ചു, അതൊക്കെ ശരി തന്നെയാണല്ലോ, അത് പറഞ്ഞ പോലെ ശാലിനി എവിടെ, ശാലിനിയെ കണ്ടില്ലല്ലോ എന്ന് രോഹിത് അന്വേഷിച്ചു. ഉടനെ ശാരദാമ്മ പറഞ്ഞു, അതെ ശാലിനി കുളിക്കുക എന്നറിയിച്ചു. ഉടനെ സത്യഭാമയോട് ശാരദാമ്മ പറഞ്ഞു, അതെ ഞാൻ ശാലിനി ഇറങ്ങി കഴിയുമ്പോ അവളോട് വിവരം പറഞ്ഞിട്ട് ശാന്തയോ മറ്റോ ഇവിടെ കൂട്ടിന് വിളിച്ച് നിർത്തിയിട്ട് ഞാൻ വരാം എന്ന് ശാരദാമ്മ പറഞ്ഞപ്പോ ശ്യാമയും പറഞ്ഞു, അതെ അതെ സത്യാമ്മയെ, കുഞ്ഞേച്ചി തനിച്ചല്ലേ എന്ന് പറഞ്ഞപ്പോ ശാരദാമ്മയുടെ വാക്കുകൾക്ക് വിശ്വസിച്ചുകൊണ്ട് സത്യാമ്മ പറഞ്ഞു, ശരി എന്നാ ഞങ്ങള് ശ്യാമയായിട്ട് പൊയ്ക്കോളാം എന്ന് പറഞ്ഞ് ശ്യാമയെ വിളിച്ചുകൊണ്ട് പോകാൻ തുടങ്ങുമ്പോ ശ്യാമ ആകെ പരിഭ്രമിച്ചു. ദൈവമേ, താക്കോൽ എന്റെ കയ്യിലാണല്ലോ, ഇനിയിപ്പോ എന്ത് ചെയ്യും, ഇത് അമ്മയെ കയ്യിൽ ഏൽപ്പിച്ചാൽ സത്യാമ്മയ്ക്ക് സംശയവുമാകും, ഇനി എന്താ ചെയ്യുക എന്നാലോചിച്ച് ശ്യാമ തന്റെ കയ്യിലിരുന്ന താക്കോൽ ഇടക്കി പിടിച്ചുകൊണ്ട് സത്യാമ്മ കാണാതെ പതുക്കെ ആ കാറിനരികിലേക്ക് ചെന്നു. സത്യഭാമ ശ്യാമയോട് കയറാനായി പറയുന്ന സമയത്ത് ശാരദാമ്മ ആശങ്കപ്പെട്ടു. ദൈവമേ, ആ താക്കോലും കിട്ടത്തില്ലല്ലോ, അതുമായിട്ടാണല്ലോ ശ്യാമ പോകുന്നത് എന്ന് സത്യാമ്മയുടെ കൂടെ പോകുന്ന ശ്യാമയെ നോക്കി ടെൻഷൻ അടിച്ച് ശാരദാമ്മയും അങ്ങനെ വിഷമത്തോടെ ആലോചിച്ചു നിന്നു. എന്നാൽ ആ സമയത്ത് കാറിലേക്ക് കയറുന്നതിന് മുമ്പ് സത്യാമ്മ അറിയാതെ ശ്യാമ പതുക്കെ തന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ആ താക്കോൽ കൂട്ടം താഴേക്ക് പതുക്കെ ഇട്ടു. എന്നാൽ ഈ സമയത്ത് സത്യാമ്മയോടൊപ്പം കാറിൽ കയറി ശ്യാമ അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ ശാരദാമ്മ ആകെ വിഷമത്തിലായി. എന്റെ ദേവി, ആ വഴിയും അടഞ്ഞല്ലോ, അവളുടെ കയ്യിലായി പോയല്ലോ ദൈവമേ താക്കോല് എന്ന് സങ്കടപ്പെട്ടുകൊണ്ട് ശാരദാമ്മ അങ്ങനെ പ്രാർത്ഥനയോടെ അവിടെ നിൽക്കുമ്പോ കാറിലിരുന്ന ശ്യാമയുടെ മനസ്സാകെ ടെൻഷനിലായി. ദൈവമേ, ആകെ വിഷമിച്ചിരിക്കുകയാണല്ലോ, എന്റെ കുഞ്ഞേച്ചി എങ്ങനെ അമ്മ രക്ഷിക്കും, അമ്മ ആ വാതിൽ എങ്ങനെ തുറക്കും എന്നൊക്കെ ആലോചിച്ച് ശ്യാമ അങ്ങനെ സത്യാമ്മ പിന്നിലിരിക്കുന്ന ശ്യാമയുടെ മുഖം ശ്രദ്ധിച്ചു. ശ്യാമ ആകെ ടെൻഷൻ അടിച്ചിരിക്കുന്നത് കണ്ട് സത്യാമ്മ പറഞ്ഞു, പേടിക്കാനൊന്നുമില്ല, പ്രസവത്തെക്കുറിച്ച് ഓർത്ത് ആദ്യമൊന്നും പേടിക്കേണ്ട, സുഖപ്രസവമായിരിക്കും, 2 പ്രസവിച്ചതല്ലേ ഞാന്, അതുകൊണ്ടാ പറയുന്നത്, അതുകൊണ്ട് ടെൻഷൻ ഒന്നും ആകണ്ട, സത്യാമ്മയുടെ പേരക്കുട്ടി നല്ല സുഖപ്രസവത്തിലൂടെയാണ് വരാൻ പോകുന്നത് എന്ന് സത്യാമ്മയുടെ പേരക്കുട്ടി സുന്ദരിയായിട്ട് നാളെ ജനിക്കും എന്ന് പറഞ്ഞ് സുന്ദരിയായി ഇവിടേക്ക് വരാൻ പോവാം, അതുകൊണ്ട് ഏറ്റവും നല്ല ഹോസ്പിറ്റലിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത് എന്നൊക്കെ സത്യാമ്മ പറയുമ്പോ ശ്യാമ മനസ്സിൽ പ്രാർത്ഥിച്ചു, സത്യാമ്മയുടെ പേരക്കുട്ടിക്ക് ഒരാപത്തും വരുത്താതെ നന്നായി സുഖമായി പ്രസവിക്കണേ എന്ന്, സത്യാമ്മയുടെ പേരക്കുട്ടിക്ക് ആപത്തൊന്നും സംഭവിക്കരുതേ എന്നും ശ്യാമ മനപുരുക്കി പ്രാർത്ഥിക്കുന്നു. അപ്പോഴേക്കും ശാരദാമ്മയുടെ ആ പ്രാർത്ഥന ദേവിയുടെ മനസ്സിലേക്ക് ദേവി കേൾക്കാനിടയാകുന്നു. ശാരദാമ്മ ആകെ വിഷമത്തോടെ പ്രാർത്ഥിച്ച് ആ നിലത്തേക്ക് നോക്കിയപ്പോ മിന്നലിന്റെ വെളിച്ചത്തിൽ നിലത്ത് കിടക്കുന്ന ആ താക്കോൽ കൂട്ടം ശാരദാമ്മ കാണുന്നു. വേഗം ശാരദാമ്മ അവിടേക്ക് ഓടിയെത്തി. ആ താക്കോല് കയ്യിലെടുത്ത് ശാരദാമ്മ ആലോചിച്ചു, ദേവി, ഇതല്ലേ ആ താക്കോൽ കൂട്ടം എന്ന് ശാരദാമ്മ മനസ്സിൽ പ്രാർത്ഥിച്ചു. ഭഗവാനെ, അവസാനം നീ തന്നെ തുണയായി വിഘ്നേശ്വര എന്ന് പറഞ്ഞുകൊണ്ട് ആ താക്കോൽ കൂട്ടത്തിലുള്ള വിഘ്നേശ്വര ഭഗവാനെ തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് ശാരദാമ്മ മകളെ രക്ഷിക്കുവാനായി ഹോട്ടലിന്റെ വാതിക്കലേക്ക് ഓടി. അതിനുശേഷം വാതിൽ തുറന്ന് ശാരദാമ്മ വേഗം ശാലിനിയുടെ അരികിലേക്ക് ഓടിയെത്തി. ഇനി മോളെ എന്ന് വിളിച്ച് ശാരദാമ്മ ശാലിനിക്ക് അരികിലേക്ക് വന്നു. ശാലിനി അപ്പോഴേക്കും ആകെ തളർന്നു കിടക്കുമ്പോ ശാരദാമ്മ ചോദിച്ചു, മോളെ നീ വിഷമിക്കാതെ, നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാൻ വേണ്ടി മോളെ എന്ന് പറഞ്ഞ് ശാരദാമ്മ ശാലിനിയെ സമാധാനിപ്പിക്കാൻ ഒരുങ്ങുമ്പോ ശാലിനി പറഞ്ഞു, എനിക്ക് വയ്യമ്മേ, എനിക്ക് വല്ലാതെ വേദനിക്കുന്നു എന്ന് പറഞ്ഞ് ശാലിനി വേദനിച്ചു പൊളിഞ്ഞു. അപ്പോഴേക്കും അപ്പുറത്ത് ആ താക്കോലും മൊബൈൽ ഫോണും കിടക്കുന്നത് ശാരദാമ്മ കണ്ടു. ഉടനെ തന്നെ ശാരദാമ്മ വേഗം ആ മിന്നലിന്റെ വെളിച്ചത്തിൽ മൊബൈൽ ഫോൺ കണ്ടതും മൊബൈൽ ഫോണിന് അരികിലേക്ക് ശാരദാമ്മ ഓടിയെത്തി. ആ ഫോൺ കയ്യിലെടുത്തിട്ട് ശാരദാമ്മ പറഞ്ഞു, എടി മോളെ,
നീ ഒന്ന് സമാധാനിക്ക്, ഞാനൊന്ന് ശാന്തയെ വിളിക്കട്ടെ എന്ന് പറഞ്ഞ് ശാരദാമ്മ വേഗം ശാന്തേച്ചിയുടെ ഫോണിലേക്ക് വിളിക്കണം. ശാന്ത കോൾ എടുത്തതും ശാരദാമ്മ ചോദിച്ചു, ശാന്തേ, ചന്ദ്രൻ ഓട്ടം കഴിഞ്ഞ് വന്നോ? അത് കേട്ട ഉടനെ ശാന്തേച്ചി പറഞ്ഞു, അയാൾ കുടിയും കഴിഞ്ഞ് ഓട്ടം കഴിഞ്ഞ് എത്തണമെങ്കിൽ എത്ര നേരാവും അറിയില്ലേ ശാരദേച്ചി എന്ന് ചോദിച്ചപ്പോ ശാരദാമ്മ എന്ന് പറയുമ്പോ ശാന്ത ഉടനെ ശാരദാമ്മയുടെ ശബ്ദം കേട്ട് ശാന്ത ചോദിച്ചു, എന്താ എന്താ ശാരദാമ്മേ? അപ്പോഴേക്കും ശാരദാമ്മ പറഞ്ഞു, എടി ശാന്തേ, ഇവിടെ ശാലിനിക്ക് പ്രസവവേദന തുടങ്ങി. ഇവിടെയാണെങ്കിൽ വേറെ ഒരു മനുഷ്യക്കുഞ്ഞും ഇല്ല ഞാനല്ലാതെ. എന്താ ചെയ്യാന്ന് എനിക്ക് ഒരെത്തും പിടിയും കിട്ടുന്നില്ല എന്ന് പറഞ്ഞതും ശാന്ത പറഞ്ഞു, എന്നാ ശാരദാമ്മ വിഷമിക്കാതെ, ഞാനേ ഓട്ടോ സ്റ്റാൻഡിൽ ചെന്ന് വേറെ ഏതെങ്കിലും ഓട്ടോ ഉണ്ടെന്ന് നോക്കട്ടെ, എന്നിട്ട് വേഗം അങ്ങ് വരാം എന്ന് പറഞ്ഞ് ശാന്ത ഫോൺ വെച്ചു. ഉടനെ ശാരദാമ്മ ശാലിനിയോട് പറഞ്ഞു, മോളെ നീ വിഷമിക്കാതെ, ഇപ്പോ ശാന്ത ഓട്ടോയുമായിട്ട് വരും, നീ സമാധാനത്തോടെ ഇരിക്കുക എന്ന് പറഞ്ഞ് ശാലിനിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് ശാരദാമ്മ ഇരിക്കുന്നു. ഈ സമയത്ത് ശാലിനി അവിടെ പ്രസവവേദന എടുക്കുമ്പോ ശാരദാമ്മയുടെ അരികിൽ നിന്ന് പോന്ന ശ്യാമ സത്യാമ്മയുടെ ഒക്കെ മുന്നിൽ നിന്ന് സത്യാമ്മയുടെ രോഹിത്തിനോടും സത്യം മറച്ചു വെച്ചതിന്റെ വിഷമവും, എന്നാൽ അതോടൊപ്പം തന്റെ കുഞ്ഞേച്ചിയുടെ പ്രസവ വേദനയ്ക്ക് കുഞ്ഞേച്ചിക്ക് ആര് സഹായത്തിന് തോന്നുള്ള ആശങ്കയും ശ്യാമയുടെ മനസ്സിനെ അലട്ടുന്നു. ആ സമയത്തിനുള്ളിൽ ശാന്ത ഓട്ടോക്കാരനുമായി അവിടേക്ക് എത്തി. ശാന്ത വന്നതും ശാരദാമ്മ പറഞ്ഞു, ശാന്ത ഒന്ന് ഓടി വാടി എന്ന് പറഞ്ഞതും ശാന്ത അരികിലേക്ക് ഓടിയെത്തി. ശാന്തയും കൂടി ശാരദാമ്മയോടൊപ്പം ശാലിനിയെ പിടിച്ചുയർത്തുന്നു. മോളെ എഴുന്നേറ്റ് വാടി, ഓട്ടോ വന്നു, നമുക്ക് അവിടേക്ക് പോകാം, നീ എഴുന്നേറ്റ് വാ എന്ന് പറഞ്ഞ് ശാരദാമ്മയും ശാന്തയും കൂടി പിടിച്ച് എഴുന്നേൽപ്പിച്ച് ശാലിനിയെ വേഗം ഓട്ടോയ്ക്ക് അരികിലേക്ക് കൊണ്ടുവന്നു. ഓട്ടോയിലേക്ക് കയറ്റിയ ഉടനെ തന്നെ ശാരദാമ്മയും പോകാൻ തുടങ്ങുമ്പോഴേക്കും ശാന്ത ചോദിച്ചു, ശാരദേച്ചി ഞാനിവിടെ വരട്ടെ, ശാരദാമ്മ ഞാനിവിടെ വരട്ടെ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും ശാരദാമ്മ പറഞ്ഞു, വേണ്ട ശാന്തേ, വീട്ടിൽ കുഞ്ഞു തനിച്ചല്ലേ ഉള്ളൂ, നല്ല ഇടിയും കൊള്ളിയാനും ഒക്കെ വരുന്നുമുണ്ട്. നീ ഒരു കാര്യം ചെയ്യ്, വീട് പൂട്ടിയിട്ട് നീ വേഗം പൊയ്ക്കോ. വളരെ ഉപകാരം ശാന്തേ, നീ ഒരു ഓട്ടോ വിളിച്ചെങ്കിലും തന്നല്ലോ എന്ന് പറഞ്ഞതും ശാന്ത പറഞ്ഞു, എന്നാ എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ വിളിച്ചു പറയണേ ശാരദാമ്മേ എന്ന് പറഞ്ഞതും ശരി, ഞാൻ വിളിച്ചേക്കാം എന്ന് പറഞ്ഞു. സദാനന്ദേട്ടാ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണേ എന്ന് പറഞ്ഞതും ശരി, ഞാൻ നോക്കിക്കോളാം എന്ന് ആ ഡ്രൈവർ മറുപടി നൽകി. ഉടനെ ശാരദാമ്മ ശാലിനിയുമായി ആ ഓട്ടോയിൽ കയറി ഹോസ്പിറ്റലിലേക്ക് പുറപ്പെട്ടു. ഈ സമയത്ത് ശാരദാമ്മയുടെ മടിയിൽ കിടന്ന് ശാലിനി ആകെ പ്രസവവേദന കൊണ്ട് പൊളയുമ്പോ ശാരദാമ്മയോട് ശാലിനി പറഞ്ഞു, അമ്മേ എനിക്ക് വയ്യ. അങ്ങനെ വേദന കാരണം ശാലിനി വയ്യ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ട് ശാരദാമ്മ പറഞ്ഞു, എടി മോളെ വിഷമിക്കാതെ, നമുക്കിപ്പം അങ്ങ് എത്തും, സദാനന്ദ വേഗം പോണേ എന്ന് പറഞ്ഞതും ഉടനെ ആ ഡ്രൈവർ ചോദിച്ചു, അല്ല ശാരദാമ്മേ, കരുണ ഹോസ്പിറ്റലിനല്ലേ പറഞ്ഞത് എന്ന് ചോദിച്ചതും അതെ എന്ന് ശാരദാമ്മ മറുപടി നൽകി. അങ്ങനെയാണെങ്കിലേ ഇതിലെ ഒരു കുറുക്കു വഴിയുണ്ട്, ഒരു ഷോർട്ട് കട്ട്, അതുവഴി പോകാം, മെയിൻ റോഡ് വഴി പോയാൽ ഭയങ്കര ബ്ലോക്ക് ആയിരിക്കും എന്ന് പറഞ്ഞു. അത് കേട്ടതും ശാരദാമ്മ പറഞ്ഞു, ഇതിലെ ആയാലും കുഴപ്പമില്ല സദാനന്ദ, വേഗം ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ മതി എന്ന് ശാരദാമ്മ അറിയിച്ചു. അത് കേട്ട ഉടനെ സദാനന്ദം പറഞ്ഞു, എന്നാ ശരി, ഞാൻ അതുവഴി തന്നെ പോകാമെന്ന് പറഞ്ഞ് ആ ഷോർട്ട് കട്ട് വഴി വണ്ടി തിരിക്കുന്നു. ഈ സമയത്ത് ശാലിനി വേദന കൊണ്ട് പൊളഞ്ഞ് ആ ഓട്ടോയ്ക്കുള്ളിൽ അങ്ങനെ ഇരിക്കുമ്പോ ശാരദാമ്മ പറഞ്ഞു, മോളെ നീ ഒന്ന് അല്പം കൂടി സമാധാനിക്കടി, ഉടനെ തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തും, ഇപ്പൊ എത്തിച്ചേരും എന്ന് പറഞ്ഞ് ശാരദാമ്മ ശാലിനിയോട് സംസാരിക്കുമ്പോ ശാലിനി വേദന കാരണം ശാരദാമ്മയുടെ കൈകൾ ഇറുക്കി പിടിച്ചു. ഈ സമയത്ത് ശാലിനി അങ്ങനെ ശാരദാമ്മയുടെ കൈകളിൽ ഇറുക്കി പിടിച്ചുകൊണ്ട് തന്റെ ഇപ്പോഴത്തെ ഈ വേദനയ്ക്ക് അല്പ ആശ്വാസം അങ്ങനെ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ ശാലിനി